السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 അടങ്ങിയ ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ച വലയാലിൻ അശ്ർ, ആ വിശുദ്ധമായ അതിമനോഹരമായ രാത്രികൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധമായ റമദാൻ ഷരീഫ് കഴിഞ്ഞാൽ ഇബാദത്തുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും ഒരു അടിമയുടെ സൽക്കർമ്മങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതുമായ നിമിഷങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തസ്ബീഹിനെ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ഇത് തസ്ബീഹാണ്, ഈ തസ്ബീഹിനെ നിങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ തഹ്മീദിനെ അധികരിപ്പിക്കുക. അൽഹംദുലില്ലാഹ് എന്നുള്ളത് തഹ്മീദാണ്, ആ തഹ്മീദിനെ അധികരിപ്പിക്കുക. അതുപോലെ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറിനെ നിങ്ങൾ അധികരിപ്പിക്കുക. ഈ തസ്ബീഹും തഹ്മീദും തക്ബീറും എല്ലാം ഉൾക്കൊള്ളുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്റിനെ നമുക്ക് നിത്യമാക്കാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ നാവുകൾ ഈ ദിക്ർ കൊണ്ട് ചലിക്കട്ടെ. ഇതിൽ തസ്ബീഹും തഹ്മീദും തക്ബീറും എല്ലാം അടങ്ങുന്ന വളരെ ശ്രേഷ്ഠമായ, നാളെ നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഈ തസ്ബീഹും തഹ്മീദും തക്ബീറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ദിക്ർ കൊണ്ട് ഇനിയുള്ള 10 ദിവസങ്ങൾ നമ്മുടെ നാവുകൾ ചലിച്ചുകൊണ്ടേയിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവുകൾ കൊണ്ട് അനാവശ്യമായ മറ്റു സംസാരങ്ങൾ, വേണ്ടാത്ത മറ്റു സംസാരങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് ഈ വരുന്ന 10 ദിവസങ്ങളെ വളരെ ബഹുമാനത്തോടുകൂടെ കാണുകയും അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തസ്ബീഹും തഹ്മീദും തക്ബീറും അധികരിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ മറ്റൊരു ഇബാദത്താണ് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ഇസ്തിഗ്ഫാറിനെ നമുക്ക് അധികരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണല്ലോ ഇബ്രാഹിമിയ സലാത്ത്. ഈ ഇബ്രാഹിമിയ സലാത്തിനെ നമുക്ക് അധികരിപ്പിക്കാം. അപ്പോൾ തസ്ബീഹ് കൊണ്ടും തഹ്മീദ് കൊണ്ടും തക്ബീർ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഈ വരുന്ന ദിവസങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെ കൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ഈ ദിവസങ്ങൾക്ക് ഇത്രയും അധികം ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം? ഈ തസ്ബീഹും ഈ തഹ്മീദും ഈ തക്ബീറും ഇസ്തിഗ്ഫാറും സ്വലാത്തും അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പരിശുദ്ധമായ ഹജ്ജുമൊക്കെ സമ്മേളിക്കുന്നത് കൊണ്ട്, സദഖകൾ എല്ലാം സമ്മേളിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം മനോഹര, ഇത്രയധികം ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ സുന്നത്താണ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഓരോ നോമ്പിനിക്കും ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ദുൽഹിജ്ജ 9 നോമ്പിനിക്ക് 2 കൊല്ലത്തെ പ്രതിഫലം നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ 9 നോമ്പിനിക്ക് കഴിഞ്ഞൊരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പുറത്തു തരുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക,
ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നാം നോമ്പെടുക്കുകയാണെങ്കിൽ 10 വർഷം നോമ്പെടുത്ത പ്രതിഫലം അതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 അടങ്ങിയ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് 1 മുതൽ 9 വരെ നോമ്പെടുക്കുക എന്നുള്ളത്. ദുൽഹിജ്ജ 9 അത് അറഫ സംഗമത്തിന്റെ ദിവസമാണ്. നമുക്കറിയാം അറഫയുടെ മഹത്വം നമുക്കറിയാം. ആ അറഫ സംഗമം നടക്കുന്ന ദിവസമാണ് ദുൽഹിജ്ജ 9. രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്നതിൽ സംശയമില്ല. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫ സംഗമം നടക്കുന്ന അറഫ ദിവസമാണ്. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ കണക്കനുസരിച്ച് മറ്റൊരു ദിവസത്തിലും അല്ലാഹു മോചിപ്പിക്കുന്നില്ല. അത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അറഫ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ആ അറഫ ദിവസം നാം നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നോമ്പിനിക്ക് കഴിഞ്ഞൊരു വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പുറമെ 2 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലവും. അപ്പോൾ ഒരാൾ 1 മുതൽ 9 വരെ നോമ്പെടുക്കുകയാണെങ്കിൽ അതിലൂടെ 10 വർഷം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. അറഫ ഭൂമിയിൽ സംഗമിച്ച ഹാജിമാർ അവർക്ക് നോമ്പെടുക്കൽ സുന്നത്തില്ല. മറിച്ച് ഹജ്ജിൽ പങ്കെടുക്കാത്ത മറ്റുള്ളവർക്ക് അന്നത്തെ ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠമായ ആ നോമ്പുകളെ നാം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം, സ്ത്രീകൾ അവർക്ക് കഴിഞ്ഞ റമദാനിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നഷ്ടപ്പെട്ട നോമ്പുകൾ അത് ഖലാ വീട്ടാനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ കണ്ട് ഈ ദിവസങ്ങളത് മാക്സിമം പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ എല്ലാ രാത്രികളിലും സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന വൽ ഫജ്ർ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഹജ്ജിന്റെ ദിവസങ്ങളിൽ ആലു ഇമ്രാൻ സൂറത്തിലെ 96, 97 ആയത്തുകൾ ധാരാളമായി പാരായണം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലും ഹജ്ജിനുള്ള അവസരം ഒരുങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹജ്ജ് ചെയ്തവരാണെങ്കിൽ അവരുടെ ഹജ്ജിന് ഖബൂലിയത്ത് ഉണ്ടാവാൻ, അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീമ വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഈ ആയത്തിനെ ധാരാളമായി പാരായണം ചെയ്യുകയും ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ രൂപത്തിൽ മുത്തുനബിയെ സിയാറത്ത് ചെയ്യാനും ഒക്കെയുള്ള അവസരം അള്ളാഹു ധാരാളം തവണ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുമാറാവട്ടെ. അതിനുവേണ്ടി നമ്മൾ ധാരാളമായിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ആയത്തുകൾ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം, നേരത്തെ നമ്മൾ ഉളുഹിയ്യത്ത് അറിയേണ്ടതെല്ലാം എന്ന വീഡിയോയിൽ നാം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ അവരുടെ ശരീരത്തിൽ നിന്ന് നഖങ്ങളോ അതുപോലെ മുടിയോ ഒന്നും നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ 1 മുതൽ ബലിമൃഗങ്ങളെ കാണുന്ന സമയത്ത്, ആട്, മാട്, ഒട്ടകം, ഈ ബലിമൃഗങ്ങളെ കാണുന്ന സമയത്ത് തക്ബീറുകൾ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് അറഫ ദിവസം സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അസർ വരെ, ദുൽഹിജ്ജ 13ന്റെ അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും ശരി, അതിനുശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ, വളരെ പരിശുദ്ധമായ, പവിത്രതകൾ നിറഞ്ഞ
ഈ രാത്രികളെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന രാത്രികളെ നല്ല രൂപത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമായി ഇബാദത്തുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ കുടുംബക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു ഷെയർ കാരണം അവർ ഈ ഒരു അറിവ് കേൾക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഇബാദത്തിനെ, ഈ ഒരു കർമ്മങ്ങളെ അവർ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് കൂടെ ലഭിക്കുമെന്നുള്ള ഒരു നിയ്യത്തോടു കൂടെ നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പരിശുദ്ധമായ ഈ രാത്രികളെ കൊണ്ട്, ഈ ദിവസങ്ങളെ കൊണ്ട്, പരിശുദ്ധമായ അറഫ ദിവസം കൊണ്ടൊക്കെ, അതിൻ്റെ മഹത്വം കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വരും ഭാവിയിൽ, വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ പരിശുദ്ധമായ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, മർളിയായ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.